നിങ്ങൾ കുറേ നാളുകളായി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരാണോ? അതും അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്പറൊക്കെ ട്രൈ ചെയ്തവരാണോ? എന്നിട്ട് പോലും നിങ്ങളുടെ ഒരു ചെറിയൊരു ആഗ്രഹം പോലും ഇതുവരെ നടന്നിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ ആഗ്രഹം എത്ര വലിയ ആഗ്രഹം ആയിക്കോട്ടെ അത് നമുക്ക് സാധിച്ചെടുക്കാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണാൻ നമുക്ക് വീഡിയോ. ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ചർച്ചാ വിഷയമാണ് മാനിഫെസ്റ്റേഷനെ കുറിച്ച്. അപ്പോൾ ഇന്ന് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും നടക്കും, അതുപോലെ തന്നെ പൈസ ലഭിക്കും, നമ്മ വിചാരിച്ച തുക കിട്ടും, അതുപോലെ തന്നെ ജോലി ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, അതും അല്ലെങ്കിൽ കാറായിക്കോട്ടെ, അങ്ങനെയൊക്കെ ലഭിക്കുമ്പോണ്ട് കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട്. കുറേ പേര് ചെയ്തിട്ടുണ്ട്. അതേപോലെ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയവരുമുണ്ട്. ഞാനും ചെയ്തിട്ടുണ്ട് അതേപോലെ ആ വീഡിയോസൊക്കെ. അപ്പോൾ കുറേ പേർക്ക് റിസൾട്ട് കിട്ടി എന്നുള്ള ഒരു കമന്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ വലിയൊരു സന്തോഷമുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ സത്യത്തിൽ മാനിഫെസ്റ്റേഷൻ ചെയ്താൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ ഡീറ്റെയിൽസ് ആയി പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായി പറയുന്നതിന് മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോക്ക് കിടക്കാം. ആദ്യം നമുക്ക് അറിയേണ്ടത് മാനിഫെസ്റ്റേഷൻ എന്താണെന്നാണ്. എല്ലാ ആഗ്രഹവും നടക്കും എന്നല്ല, മാനിഫെസ്റ്റേഷൻ എന്താണ് അതറിഞ്ഞാൽ മാത്രം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ, അതുപോലെ ചിന്തകൾ, വിശ്വാസങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾക്ക് ആകർഷിക്കുകയാണ്. അതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു രീതിയാണ് മാനിഫെസ്റ്റേഷൻ. മായി പറയുന്നെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ, അത് ആഗ്രഹിക്കുന്നുവോ, അതെല്ലാം നമ്മുടെ ജീവിതത്തിലോട്ട് വന്നു ചേരുന്ന ഒരു ആശയം മാത്രമാണ് മാനിഫെസ്റ്റേഷൻ. ആശയം മാത്രമാണ്, അല്ലാതെ 100% വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ വന്നു ചേരും, നമുക്ക് പൈസ കിട്ടും, അതും അല്ലെങ്കിൽ ജോലി കിട്ടും, വീട് കെട്ടാൻ സാധിക്കും, അങ്ങനെയൊരു 100% ഉറപ്പില്ല മാനിഫെസ്റ്റേഷന്. അപ്പോൾ ആശയമാണ് വന്നു ചേരുന്നുള്ള ഒരു വിശ്വാസം. അതാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ സത്യത്തിൽ അതാണ് കേട്ടോ. അപ്പോൾ ഇത് നടക്കണമെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നടക്കും. നമ്മുടെ ശരീരം മനസ്സും എല്ലാം ഏകാഗ്രതമായി പോസിറ്റീവായി ചിന്തിച്ചാൽ എല്ലാം നടക്കുന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നടക്കും. പക്ഷേ വെറുതെ വീട്ടിലിരുന്ന് നടക്കും, അല്ലെങ്കിൽ എനിക്ക് താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് 10,000 വേണം, അല്ലെങ്കിൽ 20,000 രൂപ വേണം, അതും അല്ലെങ്കിൽ എനിക്കൊരു വലിയൊരു വീട് വേണം, അല്ലെങ്കിൽ കാറ് വേണം, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ നടക്കില്ല. അതിനുവേണ്ടി നമ്മൾ ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കുള്ളൂ. മാനിഫെസ്റ്റേഷൻ ചെയ്താൽ കൂടി ആഗ്രഹിച്ചത് കിട്ടുള്ളൂ. പക്ഷെ ഈ 3 കാര്യം അറിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാം. പക്ഷെ മനസ്സിൽ പോസിറ്റീവ് ചിന്ത വേണം, നമ്മളോട് പറ്റുന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ 3 കാര്യം എന്താണെന്ന് ആദ്യം അറിയാം. ഒന്നാമത്തത്, നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെക്കുറിച്ചൊരു അറിവ് വേണം. നമുക്ക് ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ എന്തിനെങ്കിലും നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു, നമുക്ക് ടീച്ചർ, അല്ലെങ്കിൽ നമുക്ക് ടീച്ചർ ആവാനാണ്, ഒരു ജോലി കിട്ടാനാണ് ആഗ്രഹം. വെറുതെ മാനിഫെസ്റ്റേഷൻ ചെയ്തത് കൊണ്ട് നമുക്ക് ആ ടീച്ചർ ജോലി കിട്ടില്ല, അല്ലെങ്കിൽ ബാങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ജോലി കിട്ടില്ല. നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, നമ്മൾ അതിനെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം വേണം. എന്നാൽ മാത്രം നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടുള്ളൂ. നമ്മൾ വെറുതെ മാനിഫെസ്റ്റേഷൻ ചെയ്ത് നമുക്ക് ഇത്രയും ഹൈ ലെവലിലുള്ള ജോലി വേണം, പോലീസ് ആവണം, ഡോക്ടർ ആവണം എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആഗ്രഹം നടക്കുള്ളൂ. മെയിൻ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അറിവ് വേണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിക്കാനുള്ള മനസ്സ്, സന്നദ്ധ വേണം. ഇപ്പൊ ജോലി പഠിച്ചിട്ടുണ്ട്, നല്ല ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ ടീച്ചറാവാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ വീട്ടിലിരുന്നത് കൊണ്ട് നമുക്ക് ജോലി കിട്ടണമെന്നില്ല, മാനിഫെസ്റ്റേഷൻ ചെയ്തത് കൊണ്ടും ജോലി കിട്ടണമെന്നില്ല. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. എക്സാം എഴുതണം, ഈ കാണേണ്ടവരിനെ കാണണം, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ഇതെല്ലാം ചെയ്യണം.
ഇതെല്ലാം ചെയ്താൽ മാത്രം നമുക്ക് ആ ജോലി, ആഗ്രഹിച്ച ജോലി കിട്ടുള്ളൂ. അല്ലാതെ വീട്ടിലിരുന്നിട്ട് നമുക്ക് ആ ജോലി കിട്ടണം എന്ന് കൊണ്ട് പ്രാർത്ഥിച്ചത് കൊണ്ട് കിട്ടില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സമയം വേണം, സമയം എടുക്കും. നമ്മൾ എത്ര എന്താ പറയാ, മനസ്സിൽ ആ ഒരു ഇത് വേണം, എത്ര സമയം വേണം, സമയം മീൻസ് ക്ഷമ വേണം. കാരണം നമ്മൾ പോയത് നമുക്ക് ജോലി കിട്ടണമെന്നില്ല. ചിലപ്പോൾ 2-3 പ്രാവശ്യം നമ്മൾ അവര് റിജക്റ്റ് ചെയ്യും, നമ്മൾ തോൽക്കും, അതെല്ലാം ചെയ്യും. എന്നാലും എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് കഴിയും, മനസ്സിൽ ആ പോസിറ്റീവ് ചിന്ത വേണം. എത്ര പരാജയപ്പെട്ടാലും ഞാൻ അത് നേടിയെടുക്കും, അങ്ങനെയുള്ള ചിന്തയും വേണം. അല്ലാതെ വെറുതെ നമ്മൾ പോയിട്ട് കാര്യമില്ല, പോയി തോറ്റിട്ട് വന്നു. ചിലപ്പോൾ നമ്മൾ ഇന്റർവ്യൂവിന് പോയി ഒരിക്കൽ കിട്ടിയില്ല, ഇനി എന്നെ കൊണ്ട് സാധിക്കില്ല, എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്മാറുകയല്ല വേണ്ടത്. എന്നെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റും, ഇനിയും ഞാൻ ഇതേപോലെ ഇന്റർവ്യൂവിന് അപേക്ഷിക്കും, എനിക്ക് പറ്റും, എനിക്ക് അതിനുള്ള കഴിവുണ്ട്. ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നമ്മ ഇങ്ങനെയൊക്കെ പരിശ്രമിച്ച് മുന്നോട്ട് പോയി നോക്കിയേ നമുക്ക് ഉറപ്പായാലും നമ്മൾ ആഗ്രഹിച്ചത് നേടാൻ കഴിയും. അതുപോലെ തന്നെ നമ്മ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും പോസിറ്റീവായ ചിന്ത വേണം കേട്ടോ. എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് കഴിയില്ല എന്ന ആ ഒരു ചിന്തയിൽ മുന്നോട്ട് പോകാൻ പാടില്ല. എന്നെ കൊണ്ട് നേടും. ഞാൻ അവസാനം പറഞ്ഞു പോയിന്റ് സമയം, ക്ഷമ നമുക്ക് വേണം. എത്ര തോറ്റാലും പരാജയപ്പെട്ടാലും അത് ഞാൻ നേടിയെടുക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം വേണം. ഉദാഹരണത്തിന് ഞാൻ അതിന് വലിയൊരു സാക്ഷിയാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 2 പ്രാവശ്യം എൻ്റെ ചാനൽ മോണിറ്റേഷൻ കട്ടായത്. പക്ഷെ ഞാനത് നേടിയെടുക്കും, എനിക്കതൊരു ആവശ്യമാണ്, എനിക്ക് ആ ഒരു വരുമാനം വേണം എന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു തടസ്സവും ഇല്ല. നമ്മ അതിനു വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായാലും കിട്ടും. അപ്പോൾ ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് തെറ്റാണ് എന്നല്ല പറയുന്നത്, നല്ലതാണ്. നമ്മുടെ മനസ്സിന് റിലാക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് പോസിറ്റീവ് ചിന്തകൾ മനസ്സിലോട്ട് കൊണ്ടുവരും, നെഗറ്റീവ് എല്ലാം മാറ്റിയെടുക്കുന്നതാണ്. പക്ഷെ ഈ 3 കാര്യങ്ങൾ അതിനോടൊപ്പം ചെയ്താൽ മാത്രമേ നമ്മുടെ ആഗ്രഹം നടക്കുള്ളൂ കേട്ടോ. അല്ലാതെ വെറുതെ വീട്ടിലിരുന്ന് താങ്ക് യു യൂണിവേഴ്സ് എനിക്ക് 10,000 വേണം, അല്ലെങ്കിൽ എനിക്കൊരു താങ്ക് യു യൂണിവേഴ്സ് എനിക്കൊരു വീട് കെട്ടണം, അങ്ങനെ ഒരു സ്വപ്നം അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരിക്കലും കിട്ടില്ല. അതിനുവേണ്ടി പ്രയത്നിക്കുകയും അധ്വാനിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും വേണം. എന്നാൽ തന്നെ നമുക്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ ഇരുന്ന് ചെയ്തിട്ട് കാര്യമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിലാണ് ഞാൻ മാനിഫെസ്റ്റേഷനെ കുറിച്ച് എനിക്ക് തോന്നിയ ഒരു അറിവാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പൊ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ വല്ല നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണായിട്ട് കമന്റ് ചെയ്യാം. അത് തെറ്റാണ് ചേച്ചി പറഞ്ഞത് എന്ന് പറയാം, ശരിയാണെങ്കിൽ അത് ശരിയാണെന്ന് പറയാം. അപ്പോൾ എന്തായിക്കോട്ടെ അതൊരു കമന്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കൂട്ടാക്കുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബായ്.